everyone, welcome back to our yet another video. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ആഫ്രിക്കയിലുള്ള മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. സോ മോസ്റ്റ് ഓഫ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മൊറോക്കോയെ പറ്റി. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമിയൊക്കെ ഈ മൊറോക്കോയിലെ ഒരു പാർട്ടാണ്. പല രാജ്യങ്ങളിലായിട്ടാണ് സഹാറ ഡെസേർട്ട് കിടക്കുന്നത്. അപ്പോൾ അത് മൊറോക്കോയിലും ഉണ്ട്. അപ്പം നമ്മൾ മറക്കേഷ് എയർപോർട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ നമ്മൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി റെഡി ആയിട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് എത്തിയപ്പം ഇറങ്ങി. നമ്മൾ മറക്കേഷ് എന്ന് പറയുന്ന പ്ലേസിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് മറക്കേഷിലെ ആ ഒരു മെയിൻ ഒരു ടൗൺ എന്ന് പറയത്തില്ല, ലൈക്ക് രാത്രിയാകുമ്പോൾ ഇവിടെ കുറേ കടകളും അതും ഇതൊക്കെ വരും. ഇതാണ് ആ ഒരു മെയിൻ സിറ്റീൻ്റെ ഒരു സെൻറ്റർ പാർട്ട്. നമ്മുടെ അക്കോമഡേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഇതാണ് നമ്മളിനി 3 നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസ്. സോ വളരെ അഫോർഡബിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു പ്ലേസ് ആട്ടോ അത്. അങ്ങനെ ഞങ്ങൾ എത്തിയ സമയം ഏകദേശം ഒരു ഉച്ചയാവാറൊക്കെ ആയി. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റമായ ടജീൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുക കേട്ടോ. സോ മൊറോക്കൻ ടീ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് കണ്ടോ. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെർവിങ് രീതിയൊക്കെയാണ് അതിന്. ഇതാണ് ടജീൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീറ്റിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തത് ലാം ടജീനാണ്. അപ്പോൾ കുറേ വെജീസൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ അത് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഷവർമയാണ്. അത് അവിടുത്തെ ടൈപ്പ് ഓഫ് ഷവർമയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇവിടുത്തെ പള്ളിയിലേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കാത്തലിക് ചർച്ച്. അങ്ങനെ നമ്മൾ ഇന്നൊരു പ്രോഗ്രാമേ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ രാത്രിയായപ്പോഴത്തേക്കും ദാർ എസലാം എന്ന് പറയുന്ന മൊറോക്കയിലെ വൺ ഓഫ് ദ ഫേമസ്, മറക്കേഷിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സിൽ വന്നിരിക്കുകയാണ്. സോ അതൊരു പാക്കേജ് പോലെ നമ്മളെടുത്താണ്. ഡിന്നർ വിത്ത് സം ലൈക്ക് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പം അവരുടെ ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെയാണ് അവിടെ ഇരുന്ന് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസേഴ്സൊക്കെ വന്നു. ഇങ്ങനെ തലയിൽ ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസേഴ്സ് ഇങ്ങനെ നല്ല രസമായിരുന്നു. അതിങ്ങനെ ബാലൻസ് ചെയ്ത് തലയിൽ ഇങ്ങനെ ചെയ്തൊക്കെ കാണാനായിട്ട്. അത് ആക്ച്വലി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെല്ലി ഡാൻസ് പോലത്തെ ഡാൻസേഴ്സൊക്കെ വന്നു. ഭയങ്കര രസമായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഇൻട്രാക്റ്റൊക്കെ ചെയ്തതാക്കും. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ടജീൻ. നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് ടജീൻ ആട്ടോ. ആ ദിവസം ആ സമയത്ത് കഴിക്കാനായിട്ട് ബീഫ് ടജീനാണ് ഓർഡർ ചെയ്തത്. നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ് ടജീനാണ്. ഇതിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. മെയിൻലി ഞാൻ കണ്ടത് ലൈക്ക് ഗ്രീൻ പീസാണ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഇറങ്ങി നമ്മുടെ അക്കോമഡേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ടൗൺ. ഇപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വന്നു, ലൈറ്റ്സൊക്കെ വന്നു, കച്ചവടമൊക്കെ കുറച്ചുകൂടെ കൂടി, എല്ലാവരും ഓണായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് രാത്രി സമയം. നമ്മളന്ന് പോയി റെസ്റ്റ് ചെയ്ത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ബോയ്. നോക്ക് നാടിക്കാതെ. എത്ര വയസ്സായി? 17. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മൊറോക്കോയിലെ ഹോൾ ഡേ എന്ന് പറയാനായിട്ട് ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മൾ വന്നത്. നമ്മളത് ക്രൊസോൺസും ഇത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. അതിൻ്റെ കൂടെ ടീ ഓർ കോഫി ഇപ്പോൾ വരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഈ മൊറോക്കൻ പാൻ കേക്ക്സ് ആണ്. നമ്മുടെ ഒരു മൈദ വെച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ ഹണിയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ദ മദ്രസ ബെൻ യൂസഫ് എന്ന് പറയുന്ന മറാക്കേഷിലെ ഒരു ബ്യൂട്ടിഫുൾ മദ്രസയിലേക്കാണ്. മദ്രസ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മറാക്കേഷിനെ പറ്റി മൊറോക്കോനെ പറ്റി നോക്കി ഇത് മെയിൻ ഒരു അട്രാക്റ്റിങ് സാധനമായിട്ട് കാണാം. എപ്പോഴും ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ. ഇതൊരു അക്കോമഡേഷൻ പോലെ ഇതുണ്ട്. ഇതൊരാളുടെ റൂമാണ്. ക്യൂട്ട് കുഞ്ഞു റൂം. അതിൻ്റെ ആ ഒരു ഫ്ലോറിൻ്റെ ഒക്കെ ഒരു ഭംഗി കണ്ടോ. എന്ത് കഷ്ടപ്പെട്ട് ചെയ്തതായിരിക്കും. ഒരു പെയിൻ്റൊന്നും അല്ല, അതെല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് കല്ലുകളും അതും ഇതൊക്കെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സും എല്ലാം കാണാനായിട്ട്. ഇത് ഭയങ്കര ഫേമസ് ഒരു ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ടാണ്. ഈ റൂമിൻ്റെ ഉള്ളിൽ വേറെ റൂമല്ലേ, ഇവിടെ ഒരാൾക്ക് കിടക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ പോകണം. അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇവിടെയാണെങ്കിൽ വേറൊരു സ്പേസ് ഒരാൾക്ക് കിടക്കാൻ പാകത്തിന്.
നമ്മളിപ്പോൾ പോയ സ്ഥലം ഏതാണ്? മദ്രസ ബെൻ യൂസഫ്. അതെന്താണ് പറ? കോളേജാണ്. ഇവിടുത്തെ ഒരു മദ്രസ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിപ്പം മുസ്ലിംസിൻ്റെ സ്കൂളുകൾക്കുള്ള പേരാണ് മദ്രസ. അപ്പം ഇവിടെ ആർക്കിടെക്ചർ അവരെന്താ പഠിപ്പിക്കുന്നത് നോർമൽ സ്കൂൾ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. സയൻസും എല്ലാം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചത്. പോകുന്ന വഴിക്കൊക്കെ നല്ല ഫ്രഷ് ജ്യൂസുകൾ കിട്ടും. നമ്മൾ പൊമിഗ്രാനൈറ്റ് ജ്യൂസ് കുടിക്കാൻ പോവാം. ഈ ചെറുക്കന് ഇവിടുന്ന് ഇങ്ങനെ അതിങ്ങനെ പിഴിഞ്ഞിപ്പോൾ എടുത്തതാ. മൊറോക്കോയിൽ ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യവസായങ്ങളുണ്ട് കേട്ടോ. എസ്പെഷ്യലി ലെതർ അവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. പ്യുവർ ലെതർ, നല്ല അടിപൊളി സാധനം. അത്യാവശ്യം നല്ല ഒരു വിലക്കുറവിൽ കിട്ടും. അതായത് പുറത്തേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുമെന്നല്ല, അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനമല്ല. അപ്പോൾ അവർക്ക് അത്യാവശ്യം നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കണം കേട്ടോ. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളും ഫോളോ ചെയ്തത്. അപ്പോൾ നമുക്ക് വില കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടും. നമ്മൾ നാട്ടിൽ ഇന്ത്യയിൽ നോർത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടുത്തെ മാർക്കറ്റുകളൊക്കെ കാണാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പോകും കേട്ടോ. നമ്മൾ പോകുന്നത് അഗാഫെ ഡെസേർട്ടിലേക്കാണ്. ഞാൻ മൊറോക്കോയിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴുള്ള വ്യൂ ആണിത്. നമ്മളൊരു പാക്കേജ് പോലെയാണ് എടുത്തത്. സോ അവർ നമ്മളെ ബസ്സിൽ പിക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ആദ്യം ഈ പാക്കേജിൻ്റെ കൂടെ ഉള്ളത് ഡെസേർട്ട് ക്യാമൽ സഫാരിയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ക്യാമലിൽ കയറുന്നത് ഞാനും ജിപ്സിനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല കുലുക്കമാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ വെതർ നല്ല വെതറാട്ടോ. അവിടെ ഒരു 21-22 ഡിഗ്രിയാണ്. ഇപ്പോൾ നിങ്ങൾ പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര പൊള്ളുന്ന ചൂട് പോലെയൊക്കെ മേ ബി തോന്നിയേക്കാം ആ ഒരു കോൺട്രാസ്റ്റ് കണ്ടിട്ട്. പക്ഷേ വെയിലിന് അത്ര ചൂടൊന്നുമില്ലായിരുന്നു, നല്ല വെതറായിരുന്നു. പിന്നെ രാവിലെ രാത്രിയും ഡ്രോപ്പ് ചെയ്യും ടെമ്പറേച്ചർ. സോ അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഉച്ച സമയങ്ങളിലൊക്കെ നല്ല വെതറാണ്. 22 ഡിഗ്രി വരെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡെസേർട്ട് ക്യാമൽ സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ക്യാമലിൽ എല്ലാവരെയും കയറ്റി, നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും. അപ്പോൾ ഇതാണ് അഗാഫെ ഡെസേർട്ട്. ഇതിങ്ങനെ പൂഴിമണലിൻ്റെ ഡെസേർട്ട് അല്ല, ലൈക്ക് സഹാറ ഡെസേർട്ട് ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് അഗാഫെ ഡെസേർട്ടിലാണ്. രസമായിരുന്നു കേട്ടോ, നല്ലൊരു രസമുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് ആകെയുള്ളൊരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമൽസിനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കയറുകൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറകിലുള്ളത് ജിപ്സിൻ്റെ ക്യാമലായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഫ്രണ്ടിലത്തെ ക്യാമൽ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും എല്ലാ ക്യാമലും അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും അവൻ്റെ തല എൻ്റെ ബാക്കിലായിട്ടാണ് ഉണ്ടായിരുന്നത്. സോ അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു മനുഷ്യനുണ്ടെന്ന് അവർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി വല്ല കടിക്കുമോ അങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ക്യാമൽ ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ അർഗൻ ഓയിൽ എന്ന് പറയുന്നത് മൊറോക്കോൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റാണ്. നമ്മൾ കിട്ടുന്ന എല്ലാ അർഗൻ ഓയിലും ശരിക്കും മൊറോക്കോയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന സംഭവങ്ങളാണ്. കാരണം അർഗൻ ഓയിൽ മൊറോക്കോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ബ്രെഡ് ഇങ്ങനെ ഓയിലിൽ മുക്കി കഴിക്കുന്നത്. അപ്പോൾ ഓയിൽ ടേസ്റ്റിംഗ് സെഷനാണിത്. മെയിൻലി അർഗൻ ഓയിൽ, പിന്നെ ഒലിവ് ഓയിലുണ്ട്, പിന്നെ പീനട്ട് ബട്ടർ മിക്സ്ഡ് വിത്ത് സം അർഗൻ ഓയിലാണോ ഒലിവ് ഓയിലാണോ ഞാൻ മറന്നുപോയി. അപ്പം നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ലതായിരുന്നു, ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് അവർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എങ്ങനെയാണ് അർഗൻ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന്. മൊറോക്കോയിൽ ഇങ്ങനെ ബർബർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഈ അർഗൻ ഓയിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ അമ്മച്ചിമാരിങ്ങനെ ഇങ്ങനെ ചക്കിലൊക്കെ ഇങ്ങനെ ആട്ടത്തില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യത്തില്ല, ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അരച്ചരച്ചെടുക്കത്തില്ല. അതുപോലെ ഈ ഒരു സംഭവത്തിൽ ഈ അർഗൻ ഓയിലിൻ്റെ സീഡ് ഉണക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇവർ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സാധനങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ഓയിൽ മാത്രമല്ല. അപ്പം അതിന് ഡിഫറെൻറ്റ് മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ബ്യൂട്ടി പ്രോഡക്റ്റ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്യാനായിട്ട്. നമ്മളത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അതിനുശേഷമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ക്വാഡ് ബൈക്ക് റൈഡിന് നമ്മൾ പോയത്. ഓ മൈ ഗോഡ്, സൺസെറ്റ് ടൈമും കൂടെ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കാണാനും. ഇപ്പോൾ ഈ ക്വാഡ് ബൈക്ക് റൈഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വ്യൂ രക്ഷയില്ല. സമയം ഇപ്പോൾ ഇവിടെ 7:30 ആവാറായി, സൺസെറ്റിൻ്റെ ടൈമാണ്. ഭയങ്കര രസമുള്ള വ്യൂ ആണ്.
ഇത് നമ്മളിപ്പോൾ ഉള്ള അഗാഫെ ഡെസേർട്ടാണ്. അപ്പം നമ്മൾ ഒരു വേ ത്രൂ നമ്മൾ വന്നു. ജിപ്സിനായിരുന്നു ഡ്രൈവ് ചെയ്തത്. എന്നിട്ട് തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം മുന്നിലുള്ള ആൾക്കാർക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ 2 ഗേൾസ് ആയിരുന്നു അത് ഓടിച്ചിരുന്നത്. പറന്നിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു. മുകളിലേക്ക് ഇങ്ങനെ ഒരാളുടെ കാലും കണ്ട്. പക്ഷെ ഒന്നും പറ്റിയില്ല, ദൈവം അനുഗ്രഹിച്ച് അവർക്ക്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ പേടി, ഇതിങ്ങനെ നമ്മുടെ കയ്യിലപ്പം നിൽക്കുന്ന അല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ വന്നു. പക്ഷേ ജിപ്സിനെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. കുഴപ്പമൊന്നുമില്ല, നിനക്ക് പറ്റും, ഞാൻ ബാക്കി ഇരുന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിപ്സിന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആക്ച്വലി ഞാൻ ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഒരു ഇച്ചിരി പൊടിക്ക് ഡൗണായി അത് കണ്ടപാടെ. അപ്പം പിന്നെ പക്ഷെ ഞാൻ ഓടിച്ചു. ഞാൻ ഓർത്തത് മിസ് ചെയ്യരുതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മൊറോക്കോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡഡ്. അപ്പോൾ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്വാഡ് ബൈക്ക് റൈഡ് ചെയ്യണം കേട്ടോ. സോ നമ്മുടെ ഈ ഒരു പാക്കേജിൻ്റെ എൻഡിങ് ആണിത്. ലാസ്റ്റ് സംഭവമാണ്. നമ്മളിവിടുത്തെ ഒത്തൻറ്റിക് ഫുഡുകൾ ട്രൈ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റും. ഇതൊരു ക്യാമ്പിംഗ് ആണ്, ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് എന്നുള്ളൊരു സെറ്റപ്പാട്ടോ. നമ്മുടെ കൂടെ പാക്കേജിൽ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ആദ്യം അവർ തന്നത് ഒരു സൂപ്പാണ്, ഹരീറ എന്ന് പറയുന്നൊരു സൂപ്പും പിന്നെ അതിൻ്റെ കൂടെ ഡേറ്റ്സ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഫുഡായ കുസ്കുസാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇവിടെ അരിയില്ല, അതിന് പകരം ഇങ്ങനെ നമ്മുടെ ഒരു റവ ഉപ്പുമാവിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കുസ്കുസ്. അപ്പോൾ അതാണ് അവരുടെ മെയിൻ ഫുഡ്. പിന്നെ കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫയർ ഡാൻസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ജാക്കറ്റ് എടുക്കണം എന്ന് തോന്നിപ്പോയി, കുറച്ചായിട്ട് ഡൗൺ ആയിരുന്നു ടെമ്പറേച്ചർ, അപ്പോൾ ഇച്ചിരി തണുത്തു. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ആസ് യൂഷ്വൽ ദ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ചിന്തിക്കുക, ഇവരൊക്കെ കേരളത്തിൽ വരുവാണെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു കണ്ടിട്ട് തന്നെ അവർ അന്തം വിട്ട് കുന്നം വിഴുങ്ങി നിൽക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 3-4 ഐറ്റം തന്നെ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആ ഒരു പാൻ കേക്ക്, ആ റൊട്ടി വിത്ത് ബട്ടർ, അല്ലെ മാർമലേഡ്, മേ ബി ഹണി, ബോയിൽഡ് എഗ്, ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് എന്ന് പറയുന്നത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. വഴിനീള ഓറഞ്ചിൻ്റെ മരങ്ങളായിരുന്നു. അപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെയാണ് അവരുടെ മെയിൻ. പിന്നെ മൊറോക്കൻ ടീ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് വീണ്ടും നമ്മുടെ മറാക്കേഷ് കാണാനായിട്ട് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബച്ച കോഫിയാണ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോഫി ഷോപ്പ് ഇൻ ദ വേൾഡ്. ഇത് 1910 തൊട്ട് മറാക്കേഷിലുള്ളതാണ്. ഇതിപ്പോൾ വേൾഡ് ഫേമസ് സ്പോട്ടാണ്. നമ്മളിപ്പം ദ വേൾഡ്സ് വെരി ഫേമസ് ബച്ച കോഫിയിലാണുള്ളത്. ബച്ച കോഫി വാസ് ഫൗണ്ടഡ് ഇൻ മറക്കേഷ് മൊറോക്കോയിൽ 1910 ഫൗണ്ട് ചെയ്ത ഒരു കോഫി ഹൗസാണിത്. ഇതിപ്പോൾ വേൾഡ് ഫേമസ് ആണ്. സോ ഇത് കുടിക്കാൻ വേണ്ടി മാത്രം മൊറോക്കോയിലേക്ക് ആൾക്കാർ വരും. സോ ഇവിടെ ആക്ച്വലി മറ്റേ ഗോൾഡ് കോഫി അവൈലബിൾ ആണ്. നമ്മൾ ദുബായിലൊക്കെ ഇങ്ങനെ കാണത്തില്ലേ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അവിടെ എല്ലാ രാജ്യത്തിനും കോഫി ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു കോഫി ആ ലിസ്റ്റിനകത്ത് കണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് 2 ഫേമസ് ആയിട്ടുള്ള വേറെ കൺട്രീസിൽ നിന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അവരോട് ചോദിച്ചു ഏതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് ചോദിച്ചിട്ട് നമ്മൾ 2 കോഫി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ നമുക്കൊരു ക്രോസോൺസും നമ്മൾ ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ പോകുന്നത് ല ജാർദിൻ മജോറൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ കാണാനാണ്. ഇവിടെയാണ് ബ്ലൂ ഹൗസ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ടാട്ടോ. അവിടെ പോവുകയാണ് നമ്മൾ. ഇപ്പം എന്താ പുള്ളി പറഞ്ഞേ? 1000 വർഷം പഴക്കമുള്ള കാക്ടസ് ആണ് കേട്ടോ. 1000 വർഷം പഴക്കമുള്ള ഒറിജിനൽ കാക്ടസ്. പറഞ്ഞ 500 ആണ്. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ ചോദിച്ചു പ്ലാസ്റ്റിക് ആണോന്ന് ചോദിച്ചു തമാശക്ക്. പുള്ളി പറഞ്ഞു ഒറിജിനലാണ്, 1000 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞല്ലേ. ഭയങ്കര വലിപ്പം അല്ലേ? നമ്മൾ ഇത്ര വലിയ ഒരിക്കലും എവിടെയും കാണാത്ത ഒരടിയുടെ ഒരു പരിപാടി കണ്ടിട്ടില്ല. മെയിനായിട്ട് ആ ഗാർഡനിൽ അട്രാക്റ്റിംഗ് ആയിട്ടൊരു സംഭവം കണ്ടെന്ന് പറഞ്ഞാൽ കാക്ടസ് ആട്ടോ. ഭയങ്കര ഹൈറ്റിലുള്ള കാക്ടസ്. ഇതാണ് ജിപ്സൺ നിൽക്കുമ്പോഴത്തേക്കും ജിപ്സൻ്റെ തന്നെ ഹൈറ്റ് ഡബിൾ ഹൈറ്റിലൊക്കെയുള്ള കാക്ടസ് ആയിരുന്നു കണ്ടത്. ഇതാണ് ജാർദിൻ മജോറിലുള്ള ബ്ലൂ ഹൗസ്. ഈ ബ്ലൂ കളറിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് മജോറൽ ബ്ലൂ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ദിസ് ഗാർഡൻ. അങ്ങനെ നമ്മൾ പോകാനുള്ള ദിവസമൊക്കെ ആയി. കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജിപ്സിന് ആ ചായയുടെ ആ ഒരു സെറ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നിട്ട് നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്തു.
നമ്മൾ മൊറോക്കോയിലുള്ള ഇന്ന് ഫൈനൽ ഡേ ആണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പല പല സ്ഥലത്തു നിന്നോട്ട് ട്രൈ ചെയ്ത് എല്ലായിടത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. മെയിൻലി നമ്മുടെ ഹമാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹമാം ആൻഡ് മസാജ്. ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഇതുവരെ മസാജിനൊന്നും പോയിട്ടില്ല. ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്, ഓവർ ദ മൂൺ എക്സ്പീരിയൻസ് ആണ് കേട്ടിട്ടുള്ളത്. സോ നമ്മൾ ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്ലൈറ്റാണ് ഉച്ച കഴിഞ്ഞ്, ഈവനിങ് ആണ്. നമ്മളൊരു 4 o'clock ആകുമ്പോൾ എയർപോർട്ടിലെത്തണം. അല്ല വേറെ എന്തൊക്കെയോ പേര്, മൊറോക്കൻ ക്രപ്സ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. ഇത് ഐറ്റംസൊക്കെ കുറച്ച് 1-2 എണ്ണം മേ ബി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നും നമ്മൾ എല്ലായിടത്തുനിന്നും കഴിച്ചപ്പോൾ തോന്നിയില്ല. മെയിൻലി ആ ഒരു പൊറോട്ട പോലെ ഇരിക്കുന്ന ഒരു സംഭവമാട്ടോ. അതാണ് ഇവിടുത്തെ പാൻ കേക്ക്സ്. നല്ല ടേസ്റ്റാണ്. ഒരു മൈദയുടെ ഒക്കെ ഒരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് പാൻ കേക്ക് ഉണ്ട്, നമ്മുടെ നോർമൽ ഫ്രഞ്ച് പാൻ കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹമാമും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക കേട്ടോ. നല്ലൊരു ഒരു ഗെറ്റ് അവേ ആയിരുന്നു. 3 nights മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ ഒരു കാര്യങ്ങൾ മാത്രമേ നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഓവർവ്യൂവേ മാറി മൊറോക്കോനെ കുറിച്ച്. ഭയങ്കര ഡ്രൈ ആയിട്ടൊരു ഫീലായിരുന്നു, പക്ഷേ ഭയങ്കര കളർഫുള്ളായിട്ടൊരു മൊറോക്കോ സൈഡാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഷോർട്ടായിട്ടൊരു ട്രിപ്പായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ ടു യുവർ ലവ്ഡ് വൺസ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ ബൈ.